അങ്ങനെ സുഹൃത്താത്തായ എല്ലാവരോടും ചതിച്ചു ഗായ്സ്, ചതിച്ചു. പാവ എൻ്റെ സുഹൃത്ത. പക്ഷെ സൂറാത്താക്കി പറയാനുള്ള ഒരു സത്യമുണ്ട്, അത് ഞാൻ പറയും. വേറെ ആരും സൂറാത്താത്തയെ സപ്പോർട്ട് ചെയ്യാനുള്ള, ഞാൻ സൂറാത്താത്താക്ക് സപ്പോർട്ടാണ്. വിഷയം മറ്റൊന്നുമല്ല, പുള്ളിക്കാരത്തി ഇതുമല്ല അവിടെ പോയി ജന്തർ മന്ത്രയിൽ പോയി തലകുത്തി നിൽക്കുകയാണ്. പോകുന്നതിന് മുമ്പേ ഭയങ്കര വായ്ത്താളമായിരുന്നു. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് വായിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ കാണുന്നവർ, പുതുതായിട്ട് കാണുന്നവർ വിചാരിക്കും ഇതെന്തോ ഈ കൊച്ചിരുന്ന് തനിച്ച് ചിരിക്കുന്നതെന്ന്. അത് വേണ്ട, നമുക്ക് വാർത്തയൊന്ന് വായിക്കാം. സ്വത്തിൽ തുല്യമായി കിട്ടണം. അതപ്പോൾ ആണുങ്ങൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ലെന്നാ പുള്ളിക്കാരത്തിയുടെ കണ്ടുപിടുത്തം. അതിലേക്ക് വരുന്നതിന് മുമ്പ് സ്വത്തിൽ തുല്യമായ അവകാശം മുസ്ലിം സ്ത്രീകൾക്ക് വേണം. ഡൽഹിയിൽ മരണം വരെ നിരാഹാര സമരം. മരിച്ചിട്ട് എവിടെ വരുള്ളൂ എന്നാണ് ഒരു വാക്ക് പറഞ്ഞ വാക്കരികണ്ടേ താത്തു. എന്താണ് താത്തു? മാതാപിതാക്കളുടെ സ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്ക് അനുവദിച്ച് കിട്ടുന്നതിന് മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ച് VP സുഹറ. രാജ്യ തലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച നിരാഹാര സമരം അവസാനം കാണാതെ പിന്തിരിയില്ലെന്നവർ വ്യക്തമാക്കി. ജന്തർ മന്തറിലാണ് പോയി കിടന്ന് രാവിലെ 10 മണി തൊട്ട് നിരാഹാര സമരം. സുഹറ തന്റെ ആവശ്യം നേടിയെടുക്കാതെ ഡൽഹിയിൽ നിന്ന് മടങ്ങുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. നിശബ്ദമാക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് താൻ ശബ്ദിക്കുന്നത്. വിഷയം മനുഷ്യാവകാശത്തിൻ്റെതാണെന്നും അവർ വ്യക്തമാക്കി. 2016 മുതൽ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസുണ്ട്. താൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജയിക്കാതെ പിന്തിരിയില്ല, സമരം വിജയിക്കട്ടെ. വെള്ളം കുടിക്കാൻ പോലും തയ്യാറല്ലെന്നും അതിനിടയിൽ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നും VP സുഹറ വ്യക്തമാക്കി. അപ്പോൾ വാർത്തയ്ക്ക് അധിഷ്ഠിതമായ ന്യൂസ് ഉണ്ട്, ഞാൻ കേൾപ്പിക്കുന്നില്ല, ഞാൻ തൽക്കാലം വാർത്ത വായിച്ചുള്ളൂ. 2016 തൊട്ട് ഈ കേസ് നടക്കുന്നുണ്ട്. VP സുഹറ, സുൽഫത്ത് തുടങ്ങിയ പെൺകുട്ടികൾ തന്നെ. ഇപ്പോഴവർ കുറച്ച് വയസ്സായിപ്പോയെന്നേ ഉള്ളൂ. അന്ന് ഒരു ചെറുപ്പക്കാരായിരുന്നു, അത്ര ചെറുപ്പമൊന്നുമില്ല, ഒരു 10 കൊല്ലം മുമ്പ്. പോട്ടെ. ചേകന്നൂരുകളുടെ സഹായത്തോടു കൂടി ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം അതെന്നറിയാമോ? ഇസ്ലാം മതത്തിലെ ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും മതം അറിയാത്ത കുറെ പണ്ഡിത ശിരോമണികളാണ് ഇതിന്റെ പ്രശ്നം. സൂറാത്തായി അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. സൂറാത്ത മതം വിട്ടേന്നുമില്ല. സൂറാത്തൊക്കെ ദേഷ്യം വന്നിട്ട് തലമുടിയൊക്കെ പറിച്ച് ദൂരെ കളഞ്ഞ്, തട്ടമൊക്കെ തറച്ച് ദൂരെ കളഞ്ഞ്. സൂറാത്ത ഇനി തെക്കോട്ട് പോരാ സൂറാത്ത. നമ്മളൊക്കെ ഭയങ്കര വിശാലമായി ചിന്തിക്കുന്നവരാണ്, വടക്കോട്ടുള്ളവരാണെന്ന് തോന്നണം. അങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല. ഞാൻ ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? സത്യത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഈ തർക്കത്തിന് പോകുന്നത്. ഇതിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന പെണ്ണുങ്ങൾക്കാ. അതെങ്ങനെയാണെന്നല്ലേ ഒരു വിശദീകരണം തരാം. ഇപ്പം സൂറാബിയുടെ വിഷയം പറഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് പോവാം. സൂറാത്ത പോയി കിടന്ന് ബഹളം ഉണ്ടാക്കിയതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സഫിയ എന്ന് പറയുന്ന എക്സ് മുസ്ലിമിനെ ചെങ്കീരി റാണി ഇപ്പോൾ പേരെടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ വിറയലുകാരനെ കൊണ്ട് സംസാരിപ്പിച്ചത്? വിറയലുകാരൻ പറഞ്ഞത് എന്തുവാ? സഫിയ എക്സ് മുസ്ലിം അവർ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ട് നടക്കുന്നു. 2016 ഇവരൊക്കെ കൊടുത്ത കേസിന്റെ ഉത്തരവാദിത്വം അങ്ങോട്ട് എടുക്കുകയാണ്. അതായത് മേരി റോയി ആയി വരാനായിട്ട് സഫിയ തയ്യാറെടുക്കുന്നു, എച്ച് മുസ്ലിം തയ്യാറെടുപ്പിക്കുന്നു. സൂറാത്തയ്ക്ക് മനസ്സിലായി. സൂറാത്ത് 2016 തൊട്ട് കേസ് പറയുകയാണ്. ഈ കേസിനകത്ത് വിധി വരാനിരിക്കുകയും വളരെ ചുരുക്ക ദിവസങ്ങളിൽ വിധി വരാനിരിക്കുകയാണ്. വിധി സൂറാത്തയ്ക്ക് അനുകൂലമായിട്ട് തന്നെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അതിനകത്തുള്ളൊരു ഇത് പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ സൂറാത്ത പോയ കേസിൽ വിധി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് അണ്ണാക്കി കിട്ടും, ഒരു തർക്കവും വേണ്ട. കാരണവും ഞാൻ വ്യക്തമാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പേര് സഫിയയ്ക്ക് പോകുന്ന വേദന, ആ നൊമ്പരത്തിൽ, അതിന്റെ എക്സ്ട്രീം ലെവലിൽ ഇല്ല ഞാനിത് വിട്ടുതരില്ല, ഇത് എൻ്റെ മാത്രം സ്വന്തം എന്ന് കാണിക്കാനാണ് പുള്ളിക്കാരത്തി ഇവിടെ പോയി കിടന്നത്. താത്ത വയസ്സും പ്രായം ആവുമ്പോഴത്തേക്ക് അവരെടുത്ത് ദൂരെ കളയെന്ന് അറിയണ്ടേ താത്ത? ഒറ്റയാൾ പോരാട്ടത്തിന് അവിടെ പോയപ്പോൾ ഒരു അല്പബോധം, ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. നിരാഹാര സമരത്തിന് പോകുമ്പോൾ രാത്രി ഈ ടോർച്ചിനകത്ത് പഴം കുത്തിക്കയറ്റിക്കൊണ്ട് തരാനുള്ള ആളെ റെഡിയാക്കണം. ഒറ്റയ്ക്കൊന്നും നിരാഹാര സമരം വിജയിക്കത്തില്ല. അത് വിജയിക്കാൻ പ്രത്യേക ടാലന്റ് വേണം. ഏതായാലും ഈ പ്രായത്തിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളിനും ഒക്കെ ഗുളികയും കഴിക്കുന്നുണ്ടാവും. ഇനി ഇതൊക്കെ അങ്ങോട്ട് മുടങ്ങുമ്പം നിങ്ങൾ ഇനിയിപ്പോൾ നിരാഹാര സമരം ചെയ്ത് മരിച്ചെന്നല്ല, അല്ലാതെ തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം മനസ്സിലാക്കി സുരേഷ് അണ്ണം വന്ന് പറഞ്ഞത് വിശ്വസിച്ചിങ്ങ് പോകുന്നു. അല്ല താത്ത, സുരേഷ് അണ്ണം പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ച? സുരേഷ് അണ്ണം പറഞ്ഞ വല്ലതും നടന്നതായിട്ട് നിങ്ങൾക്ക് ചരിത്രം അറിയാമോ? എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഒരു പിണ്ണാക്കിനും കൊള്ളാത്തൊരു വാഴത്ത തോരൻ വന്ന് പറഞ്ഞെന്നിട്ട് താത്ത തള്ളിക്കൊണ്ടിങ്ങ് പോകുന്നു. താത്ത നിർബന്ധപൂർവ്വം കൊടുത്തിരിക്കുന്ന ഈ കേസിൽ പെണ്ണുങ്ങൾക്ക് അടി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം പറയാം. ശരിയാണ്, നല്ല കാര്യമാണ്. ഇങ്ങനെ സ്വത്തൊക്കെ നമ്മൾക്ക് ഈ കുലട്ട് തന്നെ തരണം. ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു അവസ്ഥ പറയാം. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ 2 സഹോദരന്മാർ നമ്മൾ യമകണ്ഠം പറ്റിച്ചത്. കല്യാണം കഴിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് തന്നെ ഒരു തുക തരും നമുക്ക്, മഹർ എന്ന് പറയും. ആണോ? അത് നല്ലൊരു എമൗണ്ടാണ്. ഇപ്പോഴുള്ള കള്ളന്മാരെ കാര്യമല്ല കേട്ടോ. ഇസ്ലാമിക നീതിപടി കല്യാണം കഴിക്കുന്നവർക്ക് മഹർ കൊടുക്കണം. പെണ്ണിന് സ്വത്ത് കൊടുത്തേ പറ്റുള്ളൂ. സ്വത്ത് കൊടുത്ത് കെട്ടാനേ പറ്റുള്ളൂ. ഈ മഹർ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. പെണ്ണുങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുക എന്നുള്ളതാണ്, സ്വത്ത് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം.
പിന്നെ അവർക്ക് വീട്ടിൽ നിന്ന് വേണമെന്ന് പറയുന്നത് കുറച്ച് അഹങ്കാരമല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് പകുതി. അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും ജൂതന്മാരും ആണെന്ന് ഓർത്തോണം. ഇവര് സ്വത്തേ കൊടുക്കില്ല പെണ്ണുങ്ങൾക്ക്. അങ്ങനെ ഉള്ളിടത്താണ് ഇങ്ങനെ ഒരു ചട്ടം പുള്ളിക്കാരൻ കൊണ്ടുവന്നത്. ഇനി പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ആ കുട്ടികളുടെ പിതാവിന്റെ വസ്തുവകകൾ അനിയച്ചാർക്ക് പോകുമെന്നാണ്. അതിന്റെ കാരണം അക്കാലഘട്ടങ്ങളിലാണെങ്കിലും ഇത് എഴുതപ്പെടുന്ന സമയങ്ങളിലാണെങ്കിലും എപ്പോഴും പെൺകുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നൊരു രീതിയുണ്ട്. അതനുസരിച്ചിട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന അച്ഛന് ശേഷം അച്ഛൻ്റെ അനിയനായിരിക്കത്തില്ലേ? അങ്ങനെയായിരിക്കാം ആ കൺസെപ്റ്റ് വന്നിട്ടുണ്ടാകും. എന്തായാലും പൊളിച്ചെഴുതണം എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിന് ഇവിടുത്തെ നിയമം ഉപയോഗിച്ച് അത് ചെയ്യുന്നെങ്കിൽ നല്ല കാര്യം, നടന്നോട്ടെ, സൂറാത്ത ജയിക്കട്ടെ. ഞാൻ പറയണ ജയിച്ചു പോട്ടെ എന്ന്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഈക്വലായിട്ട് കിട്ടും. അപ്പൊ കല്യാണത്തോടെ കിട്ടുന്ന ഒരു തുകയുണ്ടല്ലോ, വീട്ടുകാരും കൊടുക്കും ഗിഫ്റ്റ് ആയിട്ട്, അത് പിന്നെ കാണത്തില്ല. ഇപ്പൊ സ്ത്രീധനം എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്, അതിപ്പോ പറഞ്ഞൂടെ, എന്നാലും ആ സംഗതിയും പെണ്ണിന് കിട്ടത്തില്ല. തുല്യമായിട്ട് പരിഗണിക്കപ്പെടും. ഇപ്പൊ 10 സെന്റ് ഉണ്ടെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു വീട് 20 സെന്റും ഒരു വീടും ആണെന്നുണ്ടെങ്കിൽ ഈ 20 സെന്റിന്റെ 10 സെന്റും വീടും അവർ പണയം വെക്കും. ബാക്കി 10 സെന്റ് മോക്ക് എഴുതിയും കൊടുക്കും. 2 കുട്ടികളെ അവിടെ ഉള്ളോളെങ്കിലുള്ള അവസ്ഥയാണേ. 20 സെന്റിൽ 10 സെന്റ് മോളുടെ പേർക്ക് എഴുതി വെക്കും, 10 സെന്റും വീടും പണയം വെക്കും. പണയം വെച്ച് മോക്ക് ഒരു 50 പവനും അത്യാവശ്യം ഒരു കാറും കല്യാണ ചെലവും ആർഭാടമായിട്ട് കല്യാണവും നടത്തി അങ്ങ് വിട്ടുകൊടുക്കും. അതിനുശേഷം മോള് പ്രസവിക്കുമ്പോൾ ആദ്യത്തെ പ്രസവമായിട്ട് വീട്ടിൽ വരും, ആ ചെലവും നടത്തും. അമ്മാശൻ എന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കനാണ് അവിടുത്തെ ഏറ്റവും വലിയ ബലിമൃഗം. അവൻ ജന്മകാലം മുഴുക്ക കഷ്ടപ്പെട്ട് കടം വീടി ഈ വസ്തുവകകൾ തിരിച്ചെടുത്ത് ഉമ്മായും വാപ്പായും നോക്കി ആ കുടുംബത്തിൽ തന്നെ ജീവിക്കും. അവന്റെ പെണ്ണും വരും, അതേപോലെ കഷ്ടപ്പാടിന് ചിലപ്പം വന്ന പെണ്ണിന്റെ സ്വർണവും ബാക്കിയുള്ളതും ഒക്കെ വിറ്റ് പറക്കിയിട്ടായിരിക്കും ആ കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അവസാനം ഉമ്മായും വാപ്പായും മൗത്താകുമ്പോൾ അവള് വന്ന് നിൽക്കുകയാണ്, പാതി കിട്ടണമെന്ന്. ഏത് 10 കൊണ്ടുപോയതോ പോയി, ഇതിൽ നിന്നും കൂടെ 5 കിട്ടണം. അപ്പൊ ഈ വീടും പെരയിടം പോവാതിരിക്കാൻ ചെറുക്കൻ എന്ത് ചെയ്യും? 5 സെന്റിന്റെ പണം വീണ്ടും കൊടുക്കും. അപ്പൊ ആർക്ക് ലാഭം? ആർക്കാ ലാഭം? പെണ്ണിന് തന്നെയല്ലേ മൊത്തത്തിൽ ലാഭം. അപ്പോൾ ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആണുങ്ങൾ ഈ പണയം വെക്കുന്ന പരിപാടി അങ്ങ് നിർത്തും. ഏത് 10 സെന്റ് കൊടുക്കുന്നതും നിർത്തും, പണയം വെക്കുന്നതും നിർത്തും. കാരണം വിവാഹത്തോടെ ഇവർക്ക് കൊടുക്കുന്ന ആ എമൗണ്ട് തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന പങ്ക്. അങ്ങനെ പങ്ക് കണക്കാക്കുകയാണെങ്കിൽ മെജോറിറ്റി കുടുംബത്തിലും തിരിച്ചാണ് കിട്ടുന്നത്. ആണുങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഡബിളാണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്. കുടുംബത്തിൽ അങ്ങനെയാണ് ഒരു അന്തരീക്ഷം. നിയമം വരട്ടെ, ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഇപ്പം പെൺമക്കളുള്ള കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ട് കിടക്കുന്ന TG രവിയെ പോലുള്ള, അല്ല TG അയാളേനാ സോമശേഖരൻ തന്നെ, അയാളെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ, ഇന്നും ഹിന്ദുമത വിശ്വാസത്തിലെ ഈ പറയുന്ന പിന്നെ സ്വത്തവകാശത്തിൽ ഒരു പ്രശ്നമുണ്ട്. മക്കളില്ലാത്ത ഹസ്ബൻഡിനും വൈഫിനും ഭർത്താവ് മരിച്ചു പോയാൽ ഭർത്താവിന്റെ സ്വത്ത് ഭാര്യയ്ക്ക് കിട്ടത്തില്ല, ഭർത്താവിന്റെ അനിയനാ പോകുന്നത്. അത് തീരെയും തിരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ചെറിയ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗത്തിന്റെ സത്യം പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജ് നഷ്ടപ്പെടാൻ ഇത് ഉതകുമെന്നതിനപ്പുറം ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇസ്ലാമിലുള്ളവർക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെ തന്നെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ വൈറലാവാനൊക്കത്തില്ലല്ലോ. സൂറാത്തയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വൈറൽ ചിന്താഗതി ഉണ്ടെന്നുള്ള തെളിവാണ് ഇപ്പൊ ഈ കാണിച്ച പെർഫോമൻസ്. ആദ്യമല്ല ഞാൻ സൂറാത്തയെ വിശ്വസിച്ചിരുന്നു. കാരണം സൂറാത്ത പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തതെന്ന് ഞാൻ വിശ്വസിച്ചത്. അപ്പോ പേര് സഫിയയ്ക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ സൂറാത്ത ചാടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സൂറാത്തയുടെ ഉദ്ദേശ ലക്ഷ്യം വേറൊരു മേരി റോയി ആവുക എന്നുള്ളതല്ലേ? പോയിന്റ് വ്യക്തമല്ലേ? എൻ്റെ പൊന്ന് താത്തു, തല റോക്കറ്റ് പോലെയാണല്ലോ സഞ്ചരിക്കുന്നത്. കാലം പഴയ കാലമല്ല താത്ത, നിങ്ങളെ ജനറേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്കൊക്കെ കാര്യം പൊടി കിട്ടി. പിന്നെ ഈ പാവപ്പെട്ട സ്ത്രീയെ ഈ വയസ്സിൽ അവിടെ കൊണ്ടാക്കി കൊടുത്ത ആ റോക്കറ്റിനോടാണ് എൻ്റെ പൊന്നു പെണ്ണുമ്പുളെ, നിന്നെ കൊണ്ട് കേണിഞ്ഞിട്ടാണുള്ളത്. ഞാൻ വായ എടുക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് ഒതുങ്ങുന്ന കേട്ടോ. കാര്യമൊക്കെ എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. ചെപ്പള ഞാൻ കുത്തിപ്പറിക്കുന്നു. ഞാൻ പിന്നെ പബ്ലിക്കിൽ അത് പറയുന്നില്ല. മറ്റുള്ളവർക്ക് ഇനി ചട്ടുക വിട്ടു കൊടുക്കുന്നില്ലല്ലോ നിന്നെ ഇട്ട് പൊരിക്കാൻ. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ മോശമാണ് കേട്ടോ. അവരെ പ്രായത്തിനെങ്കിലും പരിഗണിക്കണമായിരുന്നു. സുഹറാത്ത തന്നെയാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. സുഹറാത്ത തന്നെയാണ് ഇതിന് മുൻപന്തിയിൽ നിന്നത്. സുഹറാത്തയുടെ പേര് തന്നെയാണ് വരേണ്ടത്. സംഭവിച്ചു. സ്വത്തവകാശ തർക്കത്തിൽ കോടതി വിധി വരികയാണെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും സത്യമനാൽ സുഹറാത്തയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഒരു സഭയമാരും അതിൻ്റെ ഇടയ്ക്ക് കയറി ഗോളടിക്കണ്ട. അത് വാസ്തവമാണ്. എച്ചിൽ മുസ്ലിമുകളുടെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. വല്ലവന്റെ അപ്പനിക്ക് തന്തയാവുക എന്നുള്ളത് അവരുടെ സ്ഥിര രീതിയാണ്. അതുകൊണ്ട് സഫിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ലിയാഖത്ത് അലി അങ്ങനെ അങ്ങ് സ്വപ്നം കാണണ്ട. TG ഉസ്താദിനെയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്.
നാണം കെട്ട ഒരു വിഭാഗവും അതിനെ മൂടുതാങ്ങികളായി കുറേ വൃത്തികെട്ട ജന്തുക്കൾ, ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം വേറെ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. ഏതായാലും സുഹൃത്ത മരണം വരെ പൊരുതുമെന്നൊക്കെ പറഞ്ഞ് പോയി പോരാട്ട വീര്യത്തിൽ തകർന്ന് തരിപ്പണമായി തിരിച്ചു വന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി ഗൈസ്, എനിക്ക് സങ്കടമായി. ഞാൻ സുഹൃത്തയ്ക്കൊപ്പമാണ്. തലയിലെ തട്ടമെടുത്ത് കളഞ്ഞിട്ട് ആരെങ്കിലും കഴുത്ത് വെട്ടീനിയോ? ഇത് ഇത്രയേ ഉള്ളൂ സുഹൃത്ത. നമ്മുടെ സഹോദരങ്ങളാണ്, അവർക്ക് മനസ്സിലാക്കുക. നമ്മൾ മറ്റൊരാളുടെ ടൂൾ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അത് അവരോട് തുറന്ന് തന്നെ പറയുക. ഞാൻ ഈ വിഷയം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഗ്രൂപ്പിലുള്ളൊരു പയ്യൻ അതിശയത്തോടെ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ? എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കൂടുതൽ കൊടുത്ത എൻ്റെ പെങ്ങന്മാർക്കാണ്. സത്യം അതാണ്. നമ്മൾ ഈ ചെയ്യുന്ന ചെയ്യത്തിൽ കൂടുതൽ കിട്ടിയ നമ്മളൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഗതികേട് വരാതിരുന്ന ഭാഗ്യം. എൻ്റെ അടുത്തെങ്ങാനും പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല. കാരണം 3ൽ 1 പറയണത് എൻ്റെ സഹോദരനും 3ൽ 3 അടിച്ചു മാറ്റിയോളാം ഞാൻ. ആ ബോധം എനിക്ക് ഉള്ളിടത്തോളം ഞാനിത് സമ്മതിക്കത്തില്ല. പക്ഷെ സൂറാത്ത ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നല്ലത്. വെറുതെയാണ് ഒരു മതത്തിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ പോക്കർത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. ഇനിയും സമയമുണ്ട്, സമയമൊന്നും വൈകിയിട്ടില്ല. ഏതായാലും കൊള്ളാം. സഫിയ, നിനക്ക് നാണമില്ലേടി? നാണമില്ലേ നിനക്ക്? വല്ലവൻ്റെ ആഹാരം വാരി തിന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാ എൻ്റെ ആഹാരമാണെന്ന് ഞെളിഞ്ഞുകൊണ്ട് പറയാം. ഈ വിഷയത്തിൽ സൂറാത്തെ സുൽബത്ത് കത്തായൊക്കെ തന്നെയാണ് മിടുക്കിമാർ. അവർ തന്നെയാണ് ഈ സ്വത്തവകാശത്തിന് കേസ് കൊടുത്തിട്ടുള്ളത്, ചേകന്നൂരികളുടെ സപ്പോർട്ടോടുകൂടി. പിന്നെ അലിയണ്ണനെ പറ്റി ഞാൻ പറയണ്ടല്ലോ. ചേകന്നൂരിയായ അലി നല്ല ഫസ്റ്റ് ക്ലാസ് സംഘിയാണ്. എന്നോട് വന്നിട്ട് സംഗീതത്തിനെ പറ്റി പറയുകയും സംഘികൾക്ക് വേണ്ടി മൈക്ക് എടുക്കണമെന്ന് നിർദ്ദേശം തരികയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് അലി കോഞ്ഞാണൻ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സൂറത്ത് ആരും ഒന്നും പറയരുത്, സൂറത്ത് ഡീസൻ്റാണ്. സൂറത്ത് എന്നാലും എൻ്റെ സൂറത്ത് നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ മരണം വരെ അവിടെ പോയി കിടക്കുന്നു. വെറുതെ കൊതിപ്പിക്കരുത്. എന്നെയും കൂടെ വിളിച്ചുവിടായിരുന്നോ? ഞാനും കൂടെ വരൂലായിരുന്നു.